ഇവിടെയാ ഞാൻ താമസിക്കുന്നത്. നാരായണൻകുട്ടിയേട്ടാ, കീ അനിയത്തിക്കുട്ടി ഒന്ന് വാങ്ങിക്കൊണ്ട് പോയല്ലോ. അവൾ എത്തിയോ? പിന്നെ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും. ഓടിക്കൊരങ്ങി. ഇത് കനി, എന്റെ അനിയത്തിയാ. 5th പഠിക്കുവാ. എന്റെ സ്കൂളിലല്ലാട്ടോ, സെയിന്റ് തെരേസാസില്. എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഇവളെ കാണണം. സങ്കടം വരുമ്പോ ഇവളെ കണ്ട എല്ലാ സങ്കടവും തീരും. സന്തോഷം വരുമ്പോ ഇവളെ കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷവും തോന്നില്ല. ചുമ്മാ ഒറ്റക്കിരുന്ന് മോൾക്ക് ബോറടിച്ചോടാ. ഇതെന്റെ ഗോൾഡിക്കുട്ടി. കനി കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവളെയാ. സ്കൂളിൽ പോകുമ്പോ ഇവളെ താഴെ നാരായണൻകുട്ടിയേട്ടന്റെ അടുത്താക്കും. ഇപ്പൊ കനി കൊണ്ടുവന്നതാ. നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഫ്രിഡ്ജിലൊന്നുമില്ലേ? മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവൂലോ. നോക്കി ചേച്ചി വന്നിട്ട് ചൂടാക്കി തട്ടേന്ന് കരുതി. ഇങ്ങനൊരു മടിച്ചി. ചെല്ല്, യൂണിഫോം മാറ്റിട്ട് വാ. ഹലോ നിധി, മമ്മിയാണ്. കനി എത്തിയോ? വന്നപാടെ രണ്ടാള് യൂണിഫോം പോലും മാറ്റാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാവും അല്ലേ? ശരി ശരി. ആ, ഫുഡ് ചൂടാക്കി കഴിക്കേ. പിന്നെ പപ്പ വിളിച്ചിരുന്നു, ഇന്ന് വരും. ഷോപ്പ് അടച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പപ്പയും പിക്ക് ചെയ്തേ വരൂ. 8:30 ട്രെയിന്. അതുവരെ ടി വിയും കണ്ട് കളിച്ച് നടക്കാതെ രണ്ടാളും ഇരുന്ന് പഠിച്ചോളണം. ഓക്കെ, മമ്മി വെക്കുക. ഷോപ്പിൽ നല്ല തിരക്ക്. ശരി മമ്മി. അതാ ഞങ്ങളുടെ മമ്മി. മമ്മിക്ക് എപ്പോഴും തിരക്കാ. സിറ്റിയില് 2 ഷോപ്പുണ്ട്. രാവിലെ പോയാല് രാത്രി 8 മണിക്ക് ഷോപ്പ് അടച്ചിട്ടേ വരൂ. എന്നാലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മമ്മി നന്നായി ശ്രദ്ധിക്കും. ഞങ്ങളെ വലിയ ഇഷ്ടാ. എല്ലാ മമ്മിമാർക്കും മക്കളെ ഇഷ്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ മമ്മിക്ക് ഞങ്ങള് 100 ഇരട്ടി ഇഷ്ടവാ. പിന്നെ എന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. പറയാം, ഇനി ഒരിക്കൽ പറയാം. ഹലോ. ഹായ് പപ്പ. നിധിമോൾ എവിടെ? ചേച്ചി ഡ്രോയിങ്ങിലാ. എങ്ങനെയുണ്ട് നമ്മുടെ പഠിപ്പൊക്കെ? നമ്മുടെ പഠിപ്പൊക്കെ അടിപൊളി. ചേച്ചിയുടെ കാര്യം എനിക്കറിയില്ല. കണ്ടോ, വെറുതെ അല്ലേ ഇവള് പാരയാണെന്ന് നിധി പറയുന്നത് അല്ലേ? ഏയ്, എന്തു പറ്റി മോക്ക്? മുഖം ആകെ വാടിയിരിക്കുന്നു. സുഖമല്ലേ? ഒന്നുമില്ല. അല്ലല്ല, എന്തോ ഉണ്ട്. അതൊന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞു കാണുന്നുണ്ടേ ആവോ? അത്രേ ഉള്ളൂ, അല്ലാതെ അവൾക്ക് അസുഖമൊന്നുമില്ല. ഓക്കെ. ആ, രണ്ടാൾക്കും പപ്പയുടെ വക ഒരു സർപ്രൈസ് ഉണ്ട്. ഡ്രസ്സാ? എക്സാക്ട്ലി. എല്ലാ ആഴ്ചയും വരുമ്പോ ഓരോന്നിങ്ങനെ വാങ്ങി കൊടുക്കണോ? സാലറി മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർന്നാലേ മോഹന് സമാധാനാവുള്ളൂ. തന്നെ പോലെ വരവ് ചെലവ് കൃത്യമായി നോക്കി ജീവിക്കാനേ ഞാൻ ബിസിനസ്സുകാരനൊന്നുമല്ല. അല്ല മക്കളെ? വൗ, ക്യൂട്ട്. നോക്ക് ഇഷ്ടപ്പെട്ടോ? ഗുഡ്. പപ്പയുടെ ലിറ്റിൽ ഏഞ്ചൽസ് ഒരു കാര്യം ചെയ്യും. വേഗം ഈ ഡ്രസ് ഇട്ട് റെഡിയായി വാ. പപ്പ ഒന്ന് കാണട്ടെ. എന്നിട്ട് നമ്മൾ പുറത്തു പോകുന്നു ഡിന്നറിന്. അപ്പോഴേക്കും പപ്പയെ ഒന്ന് ഫ്രഷ് ആവാം. ഞാനും വേഗം വേണം, എനിക്ക് ഭയങ്കര വിശപ്പ്. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്താ വരാത്തെ? എനിക്ക് വിശക്കണു മമ്മി. വരും, നീ കിടന്ന് ബഹളം വെക്കാതെ. ഒന്ന് ഡ്രസ് ചെയ്യാൻ ഇത്ര നേരം? ഞാൻ എത്ര പെട്ടെന്ന് റെഡിയായി. നീ എന്താ പപ്പ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് ഇടാത്തെ? അത് ലൂസാ. അപ്പൊ അവളുടെ കറക്റ്റ് ആണല്ലോ. പോട്ടെ, അവക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ വാങ്ങിക്കാം. അല്ല മോളെ? പപ്പ വണ്ടി വിട്, വിശപ്പ്.
ആരാ? അത് സ്കൂൾമേറ്റാ. ആ വേണമെങ്കിൽ പോയി സംസാരിച്ചോളൂ. ഇല്ല വേണ്ട. ഇറ്റ്സ് ഓക്കെ, ചെല്ല്. മമ്മി വേഗം ഓർഡർ ചെയ്യ്, എനിക്ക് വിശക്കണു. ഹായ്. എനിക്കിത് മതി. ഹലോ, ഇത് നിധി. ഹായ്. ഹായ്. എന്റെ സ്കൂളിലാ. ബോയ്സ് സ്കൂളിലോ? അല്ലല്ല, വേറെ സ്കൂളില്. എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് പറഞ്ഞോ? ഫ്രണ്ട്. ഇതെന്റെ ചേച്ചി അനിത പണിക്കർ, ഇന്ത്യ വിഷനിലെ പ്രൊഡ്യൂസറാ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാം. ഇത് രമേശ് ചേട്ടൻ, ഇന്ത്യ വിഷനിൽ തന്നെയാ. ഹലോ. ഹലോ. ചേച്ചിയുടെ ഫ്രണ്ട്. ഇതെന്റെ പാരന്റ്സ്. ഹലോ. ഹലോ. ആ ഓക്കെ ബൈ. അപ്പോ എല്ലാം പ്ലാൻഡ് ആയിരുന്നു അല്ലേ? എന്ത്? രമേശ് ഗ്രാൻഡി പോവാന്ന് പറഞ്ഞിട്ടും നീ അല്ലേടാ കുട്ട ആ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നിർബന്ധം അതുകൊണ്ട് പിടിച്ചത്? നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ലേ? ആ സുന്ദരിക്കുട്ടി ഇതുപോലെ പേരൻസിനെ നിർബന്ധിച്ചിട്ടുണ്ടാവും അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ. ഏത് സുന്ദരിക്കുട്ടി? ഞാൻ ഇന്നൊരു സുന്ദരിക്കുട്ടി അവിടെ കണ്ടുള്ളൂ. എന്താടാ അവളുടെ പേര്? നിധി. ഈ പ്രായത്തിൽ നിന്റെ ചേച്ചിക്ക് പോലും തോന്നാത്ത ഐഡിയ നിനക്കെങ്ങനെ തോന്നിയടാ? അത് ജന്മവാസന. ഓ, അതുകൊണ്ടാവും മീശ മുളയ്ക്കുന്നതിന് മുമ്പേ തുടങ്ങിയത്. വീട്ടിലെത്തട്ടെ, ഇന്നെന്താ നടക്കാൻ പോണെന്ന് കാണാം. ദേ, ഇവ കാര്യങ്ങൾ എന്നെ ഭരിക്കാൻ പറ്റരുത്. എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. വണ്ടി വിട്. എന്താടാ ഭരിച്ചാല്? ഒന്നുമില്ലേലും നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതല്ലേ ഞാൻ. 5 വയസ്സല്ലേ? 50 വയസ്സൊന്നും അല്ലല്ലോ. ചേച്ചി ഡിന്നറിന് ബോയ് ഫ്രണ്ടിനെ കൂട്ടി വിളിച്ചപ്പോ ഞാൻ എതിർത്തോ? അതുപോലെയാണോ ഇത്? ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തതല്ലേ? ആ, എന്നാ ഇതും ഫിക്സ് ചെയ്തു. എന്തോ? അല്ല, ഇതും ഫിക്സ് ചെയ്തു. ആര് ഫിക്സ് ചെയ്തു? ഞാൻ ഫിക്സ് ചെയ്തു. ഇറങ്ങടാ. ഉം. നിന്നോടാ പറഞ്ഞ ഇറങ്ങാൻ. എല്ലാ കാര്യവും നീ സ്വന്തമായി ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഇനി സ്വന്തമായി നടന്ന വീട്ടിലേക്ക് വന്നാ മതി. ചേച്ചി ഇവിടെ നല്ല ദൂരമുണ്ട്. ആ, സാരമില്ല. ഏയ്, ദേ ഓട്ടോ പിടിക്കാൻ കാശില്ല എന്റെ കയ്യില്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ ശാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടൊക്കെ ഹാജർ വെച്ചു? ഓ, ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കണങ്കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനൂലങ്ങളെ, ശാലിനിയെ വിട്ടേരെ. വിട്ടു. വിട്ടോ. അല്ല, ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനൂലങ്ങളിന് എന്താ? അത് ശരിയാ. ഷോ, ഇത് എവിടെ പോയി? ഇന്നലെ ഞാൻ ഇവിടെ വെച്ചതാണല്ലോ. മോഹൻ, ഷോപ്പിന്റെ ചാവി കണ്ടോ? ആഹാ, ഇന്നും മറന്നോ? ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ഇതിനെന്താ കയ്യും കാലും ഉണ്ടോ? ദേ, മോഹൻ ചിരിക്കല്ലേ. എന്നും ഇത് പതിവായ ചിരിക്കാതെ എങ്ങനെയാ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മറവി അല്പം കൂടുതലായി പോയി. ദേ, എന്റെ ട്രെയിൻ പോകും. മോഹൻ ഒരു കാര്യം ചെയ്, ഒരു ഓട്ടോ പിടിച്ചു പോ. നിധി, മമ്മിയുടെ ചാവി കണ്ടോ? ഇല്ല. ഇവിടെ ഇതുവരെ റെഡി ആയില്ലേ? മോഹൻ പൊയ്ക്കോളൂ, ലേറ്റ് ആവും. സാരമില്ല, താ നോക്ക്. ഹോ, കിട്ടി. ആ, എവിടെയായിരുന്നു? വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റില്. രാത്രി കിച്ചൺ ക്ലീൻ ചെയ്തപ്പോ വേസ്റ്റിന്റെ കൂട്ടത്തിൽ ഇട്ട് കാണും. ഓ, തന്റെ മറവിക്ക് ഒരു ഓസ്കാർ തരണം. വാ പോവാ, ലേറ്റ് ആയി. നിധി, ഞങ്ങൾ ഇറങ്ങാ. പപ്പയെ സ്റ്റേഷനിൽ വിട്ടിട്ട് മമ്മി ഷോപ്പിലേക്ക് പോവും. നടക്ക്. അല്ല, ഇനിയിപ്പോ എന്തായാലും ആ ട്രെയിൻ കിട്ടാൻ പോകുന്നില്ല. നിധി മോളോട് യാത്ര പറഞ്ഞിട്ടാവാം. നിധി, പപ്പ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ പോയിക്കോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഏതായാലും ഒരാഴ്ച കഴിഞ്ഞാലേ അവളെ കാണൂ. അപ്പൊ ഞാൻ ലേറ്റ് ആവും. സാരമില്ല. മോളെ, ഒന്ന് വേഗം. പപ്പ ഇറങ്ങ. നല്ല മിടുക്കി കുട്ടിയായിരിക്കണം. കനിയുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ? പപ്പ നെക്സ്റ്റ് വീക്കിൽ വരും. പപ്പയെ വിളിക്കാൻ മമ്മി മറക്കും. എങ്കിലും മോൾ ഓർത്ത് വിളിക്കണം. വിളിക്കാനൊന്നും ഞാൻ മറക്കാറില്ല. അല്ലെങ്കിലും മോഹൻ ഇങ്ങോട്ട് വിളിക്കാലോ. ആ, മോക്ക് പപ്പ കൊണ്ടുവന്ന ഡ്രസ് ഇഷ്ടമായില്ലല്ലേ? മോളുടെ ഇഷ്ടം പറ. നെക്സ്റ്റ് ടൈം പപ്പ അത് തന്നെ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആർ യു ഷുവർ? ഷുവർ. മമ്മി ബൈ, എനിക്ക് സമയായി. ബായ് മോളെ. പലപ്പോഴും എനിക്ക് നിധിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാവുന്നില്ല. അവള് വളരുന്നതുകൊണ്ടാവും അല്ലേ? അത് മോഹന്റെ തന്നെ കുഴപ്പമാ. ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും ഓരോന്ന് വാങ്ങിക്കൊടുത്ത്. ആ, അത് പിന്നെ നമ്മുടെ കുട്ടികളല്ലേ. വാ, ലേറ്റ് ആവുന്നു. വന്ന് വന്ന് ഞാനും നീ ഒരുപോലായി. അതുകൊണ്ടാണല്ലോ എല്ലാരും എന്നെ ആനിമലെങ്കിൽ നിന്ന് വിളിക്കണേ. നിനക്കതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ? അതെ. ഹലോ മോഹൻ സാറേ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. ഉം. എന്തൊക്കെയുണ്ട് അരുന്ധതി വിശേഷങ്ങൾ?
നമ്മൾ തമ്മിൽ ഈടെയായിട്ട് ഒട്ടും സംസാരിക്കാറില്ല. അതെങ്ങനെയാ? അരുന്ധതിക്ക് എപ്പോഴും തിരക്കല്ലേ? സാരമില്ല, ഒരു ദിവസം ഞാൻ കടയിലേക്ക് വന്നോളാം. അയ്യോ, ഇതെന്ത് പറ്റി? ദേ, അരുന്ധതിയുടെ 2 മുടി ധരിച്ചു. കുഴപ്പമില്ല, ഡൈ ചെയ്യാം നമുക്ക്. വിട്ടോ വിട്ടോ വിട്ടോ. ആ പട്ടി എവിടെ? നായ അതെങ്ങോട്ടാ പോയെ? മോനെ കൈസാർ. നീ എന്തെടുക്ക അവിടെ? ശരി, ആ പത്രക്കാരൻ വരും, വന്ന പൈസ എടുത്ത് കൊടുത്തേക്കണം. കനി ഇവിടെ വയലിൻ ക്ലാസ്സിന് പോണില്ലേ അവള്? പോകാൻ റെഡിയാവാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി. അവളുടെ ഒരു കാര്യം. വേറൊന്നുമില്ലല്ലോ, ഇവിടെ തിരക്കാ. ഓക്കെ ഓക്കെ മമ്മി. ഞാൻ റെഡിയാണ്. എപ്പോഴും എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രം മമ്മിയോട് പറഞ്ഞു കൊടുത്തേക്കണം. ഇയാളൊരു പെർഫെക്റ്റ് ലേഡി. ഞാൻ പോവാ. ഇന്നും വയലിന്റെ സ്ട്രിങ് പൊട്ടിച്ചോണ്ട് വന്നോണം, മമ്മിയുടെ കിട്ടും. കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കല്ലേ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇന്ന് അവധിയല്ലേ? ആ, കനിമോളോടെ? ശാലിനി ആന്റിയുടെ ഫ്ലാറ്റില് വയലിൻ ക്ലാസ്സിന് പോയി. പപ്പ ഒരു ദിവസം നേരത്തെ അങ്ങ് പോന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മമ്മിയെ പോലും വിളിച്ചു പറഞ്ഞില്ല. മോളെന്താ ഡള്ളായിരിക്കുന്നേ? പപ്പ അന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മോക്ക് ഇഷ്ടായില്ലല്ലേ? പോട്ടെ, ഇതെന്തായാലും മോക്ക് ഇഷ്ടാവും. ദാ നോക്ക്. ഹൗ ഇസ് ദിസ്? എന്താ, ഇതും ഇഷ്ടായില്ലേ? അതോ ഇഷ്ടമാവാത്തത് പപ്പയാണോ? എന്താ മോളെ ഇത്? മോൾ എന്തിനാ പപ്പയെ പേടിക്കുന്നത്? ദേഷ്യപ്പെടില്ലേ മോളെ? പപ്പയുടെ നല്ല കുട്ടിയല്ലേ, ബഹളം വെക്കില്ലേ? മോളോട് ഇരിക്കേ, പപ്പ ഒന്നും ചെയ്യില്ല. വന്നിരിക്കാൻ. Come sit. മോള് പിന്നെയും പേടിച്ചു അല്ലേ? പപ്പയ്ക്ക് മോൾ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? കരയല്ലേ? എന്തിനാ മോള് കരയുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ. കമോൺ കമോൺ. എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്താണ്? കുറച്ചു നാളായിട്ട് അയാൾ ഇങ്ങനെയാ, വൃത്തികെട്ട മനുഷ്യൻ. അയാൾ എന്റെ പപ്പയല്ല. എന്റെ ഡാഡി മരിച്ചുപോയി 7 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റില്. ഗോവയില് ടൂറിന് പോയതാ. ഡാഡിയും മമ്മിയും ഞാനും കനിയും കൂടെ അയാളും.
അയാളുടെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. അയാളുടെ ഡാഡിയുടെ കസിനാ. തിരിച്ചു വരുമ്പോഴായിരുന്നു ആക്സിഡന്റ്. ഡാഡിയും അയാളുടെ വൈഫും കുട്ടിയും മരിച്ചു. മമ്മിക്കും അയാൾക്കും കുറെ പരുക്കുണ്ടായിരുന്നു. എനിക്കും കനിക്കും ചെറിയ പോറല് മാത്രം. ആ ഷോക്കിൽ നിന്ന് ലോൺലിനെസ്സിൽ നിന്നും രക്ഷപ്പെടാനാ മമ്മി ഷോപ്പ് തുടങ്ങിയത്. അയാളും മെന്റലി തകർന്ന് ഡ്രങ്കഡായി. അപ്പോ റിലേറ്റീവ്സ് എല്ലാരും മമ്മിയെ നിർബന്ധിച്ചു. ഡാഡിയുടെ കസിൻ അല്ലേ, ഫ്രണ്ട് അല്ലേ, അയാളെ മാരി ചെയ്യാൻ. അന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാളെ. പക്ഷേ വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക്. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന ഇയാള് വെറുതെ നിർത്തി അല്ലേ? അത് പിന്നെ മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക് അല്ലേ കനി? ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു അയാൾക്ക്. എനിക്കും എന്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായി ഓർമ്മയില്ല. 9th കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ലെന്ന്. ആദ്യം മമ്മിയോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചത്, പറ്റുന്നില്ല പറയാൻ. മമ്മിക്ക് അയാള് അത്രയ്ക്ക് വിശ്വാസം. എന്റെ ഡാഡിയെ പോലെ തന്നെ അയാൾ ഒത്തിരി നല്ലതെന്ന മമ്മി എല്ലാരോടും പറയാ. അല്ലാന്ന് മമ്മി അറിയുമ്പോ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ? അത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. ചിലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും. മമ്മിയുടെ ലൈഫ് തന്നെ പോവും. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട്. പക്ഷെ അറിയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ പിന്നെ കനി വളരല്ലേ. ഒന്ന് വേഗം മമ്മി, എനിക്ക് വിശക്കണു. ദേ റെഡിയായി, മോളിരുന്നോ. മമ്മി ഷോപ്പ് അടിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. മനുഷ്യൻ ഇവിടെ വിശന്ന് ചാവും. രണ്ടുപേർക്കും ഉണ്ടാക്കി കഴിക്കായിരുന്നല്ലോ. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെങ്ങനെയാ? ഒരു മടിച്ചല്ലേ കൂടിയുള്ളത്. ഇല്ല, മോഹൻ ഇരുന്നോ. വിശന്നു അല്ലേ? ഏയ്, നിധി എവിടെ? ചേച്ചി ഫുഡ് റെഡി. ആ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. താനൊന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി. എനിക്ക് ഇവിടുത്തെ റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകും ഉടനെ. ആണോ? താങ്ക് ഗോഡ്. ഇനി ആഴ്ചയിൽ 100-300 കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ. എന്നും വീട്ടിലുണ്ടാവും ചെയ്യും. ഈവനിങ് 6 to 8 ഇവിടെ കുട്ടികൾ തനിച്ചാവുന്നതിന്റെ ടെൻഷൻ അതും മാറിക്കിട്ടും. മോളെ വന്ന് കഴിക്കേ. നീ കേട്ടോ, പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ.